ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിലെത്തിക്കുമെന്ന വൻ പ്രഖ്യാപനത്തിന് പിന്നിൽ നടന്ന നിയമലംഘനങ്ങൾക്കും രാഷ്ട്രീയ നാടകങ്ങൾക്കും ഒടുവിൽ സസൂക്ഷ്മമായ സ്ഥിരീകരണം. ഭരണസിരാകേന്ദ്രത്തിലെ വഴിവിട്ട നീക്കങ്ങൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കുകയും മന്ത്രിയുടെ ഓഫീസ് നൽകിയ അഴിമതി നിറഞ്ഞ നിർദ്ദേശക്കുറിപ്പ് പരസ്യമായി കീറിയെറിയുകയും ചെയ്ത അഡീഷണൽ ചീഫ് സെക്രട്ടറി APM മുഹമ്മദ് ഹനീഷ് IAS ഉയർത്തിയ മുന്നറിയിപ്പുകൾ അക്ഷരം പ്രതി ശരിവെക്കുന്ന അന്വേഷണ റിപ്പോർട്ട് പുറത്തുവന്നു. നിയമവിരുദ്ധമായ കരാറുകൾക്ക് കൂട്ടുനിൽക്കാത്തതിന്റെ പേരിൽ അന്ന് കായിക വകുപ്പിൽ നിന്ന് പുറത്താക്കപ്പെട്ട മുഹമ്മദ് ഹനീഷിന്റെ നിലപാടുകളാണ് ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറിയുടെ കണ്ടെത്തലുകളിലൂടെ വീണ്ടും ശരിവെക്കപ്പെടുന്നത്. വ്യാഴാഴ്ച ചേരുന്ന മന്ത്രിസഭായോഗം വിഷയത്തിൽ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചേക്കും. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ ഏറ്റവും കാര്യപ്രാപ്തിയും ചട്ടങ്ങളോട് പ്രതിബദ്ധതയുമുള്ള മുതിർന്ന IAS ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് APM മുഹമ്മദ് ഹനീഷ്. സംസ്ഥാനത്ത് ധനകാര്യം, വിദ്യാഭ്യാസം, വ്യവസായം, കായിക വകുപ്പുകൾ തുടങ്ങി നിർണായക ചുമതലകൾ വഹിച്ചിട്ടുള്ള അദ്ദേഹം ഭരണപരമായ വശങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത ഉദ്യോഗസ്ഥൻ എന്ന നിലയിലാണ് അറിയപ്പെടുന്നത്. സെക്രട്ടേറിയറ്റ് ഓഫീസ് മാനുവലും ട്രഷറി കോഡുകളും കൃത്യമായി പാലിച്ചു മാത്രം ഫയലുകളിൽ തീരുമാനമെടുക്കുന്ന ഹനീഷ് കായിക വകുപ്പിന്റെ ചുമതല വഹിച്ചിരുന്ന സമയത്താണ് വിവാദപരമായ മെസ്സി ഡീൽ ഫയലുകൾ അദ്ദേഹത്തിന്റെ മുന്നിലെത്തുന്നത്. മന്ത്രിയുടെ ഓഫീസിന്റെ സ്വകാര്യ താൽപര്യങ്ങൾക്ക് വഴങ്ങാതെ ജനങ്ങളുടെ നികുതി പണം അപഹാസ്യമാക്കുന്ന നീക്കങ്ങൾക്കെതിരെ ധീരമായി നിലകൊണ്ടതാണ് അദ്ദേഹത്തെ ഭരണകൂടത്തിന് അപ്രിയനാക്കിയത്. കായിക വകുപ്പിന്റെ ചുമതലയിലിരിക്കെ മുൻ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി തയ്യാറാക്കി നൽകിയ അഴിമതി സൂചനകളുള്ള ഔദ്യോഗിക ഇതരക്കുറിപ്പ് APM മുഹമ്മദ് ഹനീഷ് IAS തള്ളിക്കളയുകയും കീറിയെറിയുകയുമായിരുന്നു. സർക്കാരിന്റെ തപാൽ വഴിയോ കറന്റ് രജിസ്റ്റർ വഴിയോ വരാത്ത ചട്ടങ്ങൾ ലംഘിച്ച് മന്ത്രിതലത്തിൽ മാത്രം കൈകാര്യം ചെയ്ത കരാറുകളെ അദ്ദേഹം ശക്തമായി ചോദ്യം ചെയ്തു. ഉദ്യോഗസ്ഥ തലത്തിൽ മുൻകരുതൽ കുറിപ്പുകൾ നൽകിയിട്ടും അത് അവഗണിച്ച് പദ്ധതി തിടുക്കത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ സുതാര്യത ഉറപ്പാക്കാനാണ് ഹനീഷ് ശ്രമിച്ചത്. എന്നാൽ ഇതിന് ശിക്ഷയായി അദ്ദേഹത്തെ വകുപ്പിൽ നിന്ന് മാറ്റി നിർത്തുകയായിരുന്നു. ചീഫ് സെക്രട്ടറി സമർപ്പിച്ച റിപ്പോർട്ടിൽ മെസ്സി പദ്ധതിയുടെ പേരിൽ നടന്ന ക്രമക്കേടുകൾ കൃത്യമായി അക്കമിട്ട് നിരത്തുന്നു. 2022 മുതൽ മന്ത്രിയുടെ ഔദ്യോഗിക ഇമെയിൽ വഴി അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രതിനിധികളുമായി വഴിവിട്ട ഇടപാടുകൾ നടത്തി. ഈ ഫയലുകൾ കായിക വകുപ്പിലെത്തുന്നത് 2 വർഷത്തിനു ശേഷം 2024 മാർച്ച് 18 മാത്രമാണ്. സെക്രട്ടേറിയറ്റ് ഓഫീസ് മാനുവലിലെ 30ാം ഖണ്ഡിക കാറ്റിൽ പറത്തി ധനകാര്യ വകുപ്പിന്റെയോ നിയമവകുപ്പിന്റെയോ ലീഗൽ സ്ക്രൂട്ടനിറ്റി ഇല്ലാതെയാണ് വൻ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കാമായിരുന്ന കരാറുകളിൽ നീങ്ങിയത്. ഫിഫ, AIFF അനുമതികൾ, വിദേശ നാണയ വിനിമയ നിബന്ധനകൾ, നികുതി ബാധ്യതകൾ എന്നിവയൊന്നും പരിശോധിക്കാതെ സാധാരണ വിനോദ പരിപാടി എന്നോണമാണ് വിഷയം കൈകാര്യം ചെയ്തത്. അർജന്റീന അസോസിയേഷന് കൃത്യമായ ബോധ്യവുമില്ലാതെ പരസ്പരവിരുദ്ധമായ വിവരങ്ങൾ ഇമെയിൽ വഴി അയച്ചു കൊടുത്തത് അന്താരാഷ്ട്ര തലത്തിൽ സർക്കാരിന്റെ വിശ്വാസ്യതയ്ക്കും പ്രതിച്ഛായയ്ക്കും കടുത്ത മങ്ങലേൽപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് അടിവരയിടുന്ന വിവരങ്ങളാണ് ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ടിൽ പുറത്തുവന്നിരിക്കുന്നത്. വൻ സാമ്പത്തിക ബാധ്യതയും നിയമക്കുരുക്കുകളും ഉണ്ടാക്കാമായിരുന്ന ഭീമമായ തട്ടിപ്പ് ആദ്യഘട്ടത്തിൽ തന്നെ ചൂണ്ടിക്കാണിച്ച അഡീഷണൽ ചീഫ് സെക്രട്ടറി APM മുഹമ്മദ് ഹനീഷിന്റെ നിലപാടുകൾ IAS വൃത്തങ്ങളിലും വലിയ പിന്തുണ നേടുകയാണ്. നാളെ ചേരുന്ന മന്ത്രിസഭായോഗം റിപ്പോർട്ട് പരിഗണിച്ച് കുറ്റക്കാർക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടേക്കും.